തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കടുപ്പിക്കുകയാണ് ഇന്ത്യ സഖ്യം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാൻ പ്രതിപക്ഷ നീക്കം. CEC BJPയുടെ ഏജന്റായി പ്രവർത്തിക്കുന്നുവെന്നാരോപിച്ചാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. ബീഹാറിലെ SIR-നെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഇന്നും പാർലമെന്റ് സ്തംഭിപ്പിച്ചു. ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ. ആദിൽ, പാർലമെന്റ് സ്തംഭിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ യാത്ര അത് തുടരുന്നുണ്ട്. ഇന്ത്യ സഖ്യം എന്തായാലും ഇതിൽ കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. കാരണം ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി ലഭിച്ചിട്ടില്ല. അന്വേഷണം നടക്കില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിലിപ്പോൾ ഒരു അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ട് വരുമ്പോൾ അത് പാസ്സാവാനുള്ള സാധ്യതകളില്ലെങ്കിലും ഏറ്റവും പ്രസക്തമാണ് ഈ ഘട്ടത്തിൽ അത്തരത്തിലൊരു അവിശ്വാസം ഉന്നയിക്കുന്നത്, അല്ലേ അതിൽ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഈ വിഷയം വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് പ്രതിപക്ഷം. പാർലമെന്റിനകത്തും പുറത്തും അല്പസമയം മുൻപ് രാജ്യസഭയിലെ പ്രതിപക്ഷ കക്ഷി കോൺഗ്രസ് കക്ഷി നേതാവ് മല്ലികാർജുൻ ഖർഗെയുടെ പ്രസംഗമുണ്ടായിരുന്നു. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിപക്ഷ പാർട്ടികളെ, ഇന്ത്യ സഖ്യത്തെ പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സമ്മതിദാനാവകാശം അത് പൗരന്റെ അവകാശമായി തന്നെ പരിഗണിക്കണം. അത് തുടച്ചു നീക്കാനും എടുത്തു മാറ്റാനുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മല്ലികാർജുൻ ഖർഗെ തന്നെ പാർലമെന്റിൽ പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ മുതൽ പാർലമെന്റ് പ്രക്ഷുബ്ധമാണ്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം, രാഹുൽ ഗാന്ധി ആരോപിച്ച തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണം, ഇതൊക്കെ ചർച്ച ചെയ്യണം എന്നുള്ളതായിരുന്നു പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ആ ആവശ്യം നിരാകരിച്ചതിനെ തുടർന്നാണ് വലിയ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യ സഖ്യത്തിലെ പല പാർട്ടികളും കഴിഞ്ഞ ഒരു മാസം മുൻപ് വരെ ചിന്നിച്ചിതറി നിൽക്കുന്നവർ ഒരൊറ്റ സ്വരത്തിൽ ഒരൊറ്റ നേതാവിന് കീഴിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണത്തിന് പിന്നാലെ രാജ്യം കാണുന്നത് എന്നുള്ളതാണ്. ഏതായാലും അക്കാര്യത്തിൽ പുതിയ നീക്കവുമായി മുന്നോട്ട് പോകുന്നു. മാത്രമല്ല, രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ബീഹാറിൽ പറഞ്ഞ വാചകങ്ങൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധി പറഞ്ഞതാകട്ടെ, നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നിർദ്ദേശപ്രകാരമാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിന്നത് എന്ന കൃത്യമായ ആരോപണം, ഗുരുതരമായ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരിക്കുന്ന പാർട്ടിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ പുറത്താക്കണമെന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇതിന് പ്രതിപക്ഷത്തെ എല്ലാ കക്ഷികളുടെയും, ആം ആദ്മി പാർട്ടിയാകട്ടെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ഞങ്ങൾ മാറി നിൽക്കുകയാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച പാർട്ടിയാണ്. അവരുൾപ്പെടെ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകുന്ന ഇംപീച്ച്മെന്റ് പ്രമേയത്തിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് രാജ്യ തലസ്ഥാനത്ത് കാണുന്നത്, ദേശീയ രാഷ്ട്രീയത്തിൽ കാണാനാകുന്നത്. വലിയൊരു മൂവ്മെന്റായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായി പ്രതിപക്ഷത്തിന്റെ നീക്കം മാറുകയാണ് റോഷ്നി.